ഹായ് ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ആന്ധ്ര സ്പെഷ്യൽ മാങ്ങാച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ അച്ചാറാണെങ്കിൽ ഒരു വർഷം ഇരുന്നാലും ശരി തന്നെ ഒട്ടും കേടാവില്ല കേട്ടോ. പിന്നെ ടേസ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇതും ചൂട് ചോറും ഉണ്ടെങ്കിലുണ്ടല്ലോ, നമുക്ക് നല്ല വേറെ ഒരു കറിയുടെ ആവശ്യമില്ല, നല്ല അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് വരുന്ന കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓളെന്നുള്ള ഓപ്ഷനിലും കൂടെ നാക്കി വയ്ക്കാൻ മറക്കല്ലേ. അതേപോലെ തന്നെ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഉറപ്പായിട്ടൊന്ന് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇത് ഇഷ്ടമാവും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യണമെന്നുള്ള വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 1 കിലോ മാങ്ങയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ മാങ്ങ എടുക്കുമ്പോൾ കുറച്ച് പുളിയുള്ള മാങ്ങ എടുക്കാൻ നോക്കണേ. ഈ മാങ്ങയാണെങ്കിൽ ഞാൻ നന്നായിട്ട് കഴുകി കോട്ടൺ തുണി വെച്ച് നന്നായിട്ട് തുടച്ചതിന് ശേഷം നല്ല നീറ്റാക്കി വെച്ചിരിക്കുകയാണേ. വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഉണ്ടാവാനേ പാടില്ല കേട്ടോ, അത് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഈ മാങ്ങ ആദ്യം തന്നെ ഒന്ന് കട്ട് ചെയ്യണം. അപ്പോൾ കട്ട് ചെയ്തതിന് ശേഷം ഞാൻ കൊണ്ടുവന്ന് കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മാങ്ങ ദാ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടേ. ഇതേപോലെയുള്ള ഒരു മീഡിയം സൈസിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ മാത്രമല്ല ഈ അണ്ടിക്കൂടോട് കൂടിയാണ് കേട്ടോ ഈ മാങ്ങ കട്ട് ചെയ്തിട്ടുള്ളത്. എന്നാൽ മാത്രമേ ഈ മാങ്ങ നമ്മൾ അച്ചാറിട്ട് കഴിയുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആവുകയുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ ഉറപ്പായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇത് ഇത്തിരി പാടാണ് ഇങ്ങനെ കട്ട് ചെയ്യാനായിട്ട്, എങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇനി ഇത് നല്ല ഉണങ്ങിയ കോട്ടൺ തുണി കൊണ്ട് ഓരോ പീസും എടുത്ത് നന്നായിട്ട് തുടച്ചെടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ മറ്റൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഓരോ പീസും എടുത്ത് നമുക്ക് കോട്ടൺ തുണി കൊണ്ട് നന്നായിട്ട് തുടച്ചതിന് ശേഷം മറ്റേ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ തുടയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ ഈ അണ്ടിക്കൂടോടുകൂടി കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ വരുന്നൊരു വെള്ള പാടയുണ്ടല്ലോ. അപ്പോൾ അത് ഉറപ്പായിട്ട് നമ്മൾ എടുത്ത് കളയാൻ മറന്നു പോകരുത്. അപ്പോൾ ഇത് ഉറപ്പായിട്ട് നിങ്ങളെടുത്ത് കളഞ്ഞതിന് ശേഷം അകത്ത് നന്നായിട്ട് തുടയ്ക്കണം കേട്ടോ. അപ്പോൾ ഈ പാട പോലുള്ള ഇതൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ അച്ചാർ ചീത്തയായിപ്പോവും. അപ്പോൾ ഇത് എടുത്തിട്ട് അവിടെ നന്നായിട്ട് തുടയ്ക്കാനായിട്ടുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ മാങ്ങയെല്ലാം നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ടേ. അപ്പോൾ ഇത് കണ്ട 3 മാംഗോ മിർച്ച് പൗഡർ എന്നും പറഞ്ഞുകൊണ്ടുള്ള മുളക് പൊടി. ഈ മുളക് പൊടിയാണ് കേട്ടോ ഇവിടെ ഉള്ളൊരു അച്ചാർ ഇടാനായിട്ട് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ അച്ചാറൊക്കെ ഉണ്ടാക്കാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഈ മുളക് പൊടി തന്നെയാണ് കേട്ടോ. ഈ മുളക് പൊടിയാകുമ്പോൾ ആവശ്യത്തിനനുസരിച്ചുള്ള എരിവും ഉണ്ടാവും, പിന്നെ നല്ല കളറുമാണ് കേട്ടോ. അപ്പോൾ പാക്കറ്റ് പൊട്ടിച്ച് മുളക് പൊടി മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെയാണ് ഞാൻ ഓർത്തത്, അതായത് കവർ ഇപ്പം നിങ്ങളെന്ന് കാണിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഈ മുളക് പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ മുളക് പൊടി വെച്ച് തന്നെ ചെയ്താൽ മതി കേട്ടോ. ബാക്കിയുള്ള മുളക് പൊടി വെച്ച് ചെയ്യുന്നതിനെക്കാട്ടി എനിക്ക് കൂടുതൽ ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത് ഈ മുളക് പൊടി തന്നെയാണ്. അപ്പോൾ ഇതുണ്ടെങ്കിൽ ഇത് വെച്ച് തന്നെ ചെയ്തോളൂ. ഇതില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യുക, നമ്മുടെ സാധാരണ മുളക് പൊടി തന്നെ ഉപയോഗിച്ചോളൂ കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഈ ഗ്രൗണ്ട് നട്ട് ഓയിൽ, അതായത് കപ്പലണ്ടിയുടെ എണ്ണയാണ് കേട്ടോ ഇത്. അപ്പോൾ എനിക്ക് ഈ അച്ചാർ ഉണ്ടാക്കാനായിട്ട് നമ്മൾ നേരത്തെ കാണിച്ച മുളക് പൊടിയും ഈ ഗ്രൗണ്ട് നട്ട് ഓയിലും ഉണ്ടെങ്കിലൊക്കെയാണ് കേട്ടോ നല്ല കൂടുതൽ ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുണ്ടെങ്കിൽ നിങ്ങൾ ഇത് തന്നെ യൂസ് ചെയ്തോളൂ. ഇപ്പോൾ ഇതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ഥിരം ഉപയോഗിക്കുന്ന മുളക് പൊടിയും പിന്നെ നിങ്ങൾ എപ്പോഴും അച്ചാറിടുമ്പോൾ ഉപയോഗിക്കണ ഓയിലും ഉപയോഗിക്കുക കേട്ടോ. നമ്മുടെ മാങ്ങയുടെ പീസസ് മിക്സ് ചെയ്യാനുള്ളൊരു സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചും കൂടി ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ടേ. ആദ്യം നമ്മൾ മാങ്ങ വാങ്ങിയപ്പോൾ 1 കിലോ ആയിരുന്നല്ലോ വാങ്ങിയത്. പിന്നെ ഇത് കട്ട് ചെയ്തതിന് ശേഷം അകത്തുള്ള വേസ്റ്റൊക്കെ കളഞ്ഞ് തുടച്ച് വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഞാൻ വെയിറ്റ് ഒന്ന് നോക്കിയപ്പോഴുണ്ട് 750 ഗ്രാമാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇതിൽ ചേർക്കുന്ന സാധനങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ 750 ഗ്രാമിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ പറയുന്നത്. പിന്നെ അതുമല്ല മുളക് പൊടിയൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും, ഓരോ മുളക് പൊടി അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ചേർക്കുക കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചേർക്കുന്നത് മുളക് പൊടിയാണ്. 150 ഗ്രാം മുളക് പൊടിയാണ് ചേർക്കുന്നത്. അതായത് 3 മാംഗോ മിർച്ച് പൗഡർ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കാണിച്ച ആ മുളക് പൊടിയാണിത്. അപ്പോൾ ഈ മുളക് പൊടി 150 ഗ്രാമാണ് ഉള്ളത് കേട്ടോ. പിന്നെ അടുത്തായിട്ട് ചേർക്കുന്നത് കടുക് പൊടിയാണ്. അപ്പം പൊടിച്ചതിന് ശേഷം ഞാൻ വെയിറ്റ് നോക്കിയിട്ട് 150 ഗ്രാമാണ് ചേർക്കുന്നത്. അപ്പോൾ ഈ കടുക് നന്നായിട്ടൊന്ന് പൊടിഞ്ഞ് വരുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയായിരുന്നു കേട്ടോ. ചൂടാക്കിയിട്ടാണ് ഇത് പൊടിച്ചത്. അപ്പോൾ ചൂടാക്കിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 10-15 മിനിറ്റ് നന്നായിട്ട് നല്ല വെയിലുള്ളിടത്തൊന്ന് വെച്ചാലും മതി കേട്ടോ. വെയിലത്ത് വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്ത പോലെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താലും മതി കേട്ടോ. പിന്നെ കടുക് പൊടിച്ചതിന് ശേഷം ഞാൻ നന്നായിട്ടൊന്ന് അരിച്ചെടുത്തതാണ് ഇത്. പിന്നെ അടുത്തായിട്ട് ചേർക്കുന്നത് ഉലുവ വറുത്ത് പൊടിച്ചതാണ്. അത് 1/2 ടേബിൾ സ്പൂൺ മുതൽ 3/4 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം കേട്ടോ. ആദ്യം 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നിങ്ങൾ നോക്കിയിട്ട് കുറവാണെന്ന് തോന്നുകയെന്നുണ്ടെങ്കിൽ ബാക്കി ചേർത്ത് കൊടുത്താലും മതി.
ഇനി അടുത്തായിട്ട് നമ്മൾ ചേർക്കുന്നത് വെളുത്തുള്ളിയാണ്. അപ്പോൾ വെളുത്തുള്ളിക്ക് പ്രത്യേകിച്ചൊരു അളവ് പറയാനൊന്നും ഇല്ല കേട്ടോ. കാര്യം വെളുത്തുള്ളി ചിലവർക്ക് കൂടുതൽ ചേർക്കുന്നതായിരിക്കും ഇഷ്ടം ഉണ്ടാവുക, ചിലവർക്കാണെങ്കിൽ അത്ര ഇഷ്ടം ഇല്ലായിരിക്കും. ഞങ്ങൾക്കിവിടെ കൂടുതലായിട്ട് ചേർക്കുന്നത് തന്നെയാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ 150 ഗ്രാമോളം വെളുത്തുള്ളി നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് വലിയ വലിയ വെളുത്തുള്ളിയായിട്ടിരിക്കുന്നതൊക്കെ ഞാൻ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പകുതി മാത്രമേ ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നുള്ളൂ, ബാക്കി പകുതി നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണ്. അപ്പം ഉപ്പ് 150 ഗ്രാമാണ് കേട്ടോ ചേർക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ ഈ അച്ചാർ ഉണ്ടാക്കാൻ പഠിച്ചതെന്ന് പറഞ്ഞാൽ ഒരു 12 വർഷം മുന്നേ ഞങ്ങൾ ആദിലാബാദ് എന്ന് പറയുന്നൊരു സ്ഥലത്തായിരുന്നു കേട്ടോ താമസിച്ചിരുന്നത്. ആദിലാബാദ് എന്ന് പറഞ്ഞാൽ അന്ന് ആന്ധ്രാപ്രദേശിലായിരുന്നു, ഇപ്പം തെലങ്കാനയിലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് താമസിച്ചിരുന്ന പ്രമീള ആൻറ്റി എന്ന് പറയുന്നൊരു ആൻറ്റി ഉണ്ടായിരുന്നു കേട്ടോ. ആ ആൻറ്റിയാണ് നമ്മുടെ വീട്ടിൽ വന്ന് എനിക്ക് ഈ അച്ചാർ ഉണ്ടാക്കി കാണിച്ചു തന്നത്. ആൻറ്റി മലയാളിയല്ല കേട്ടോ, തെലുങ്ക് ആൻറ്റിയാണ്. അപ്പോൾ അന്ന് ആൻറ്റി ഉണ്ടാക്കിയ അച്ചാർ ഭയങ്കര സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി. പിന്നെ ഞാൻ നാട്ടിൽ പോയപ്പോൾ നാട്ടിലും കൊണ്ടുപോയായിരുന്നു, അപ്പോൾ അവിടെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഓരോരോ സ്ഥലത്ത് ഇങ്ങനെ ട്രാൻസ്ഫറായി വന്നു. പിന്നെ അതേപോലെ തന്നെ പ്രമീള ആൻറ്റി ഇപ്പം ആ പഴയ സ്ഥലത്തൊന്ന് ട്രാൻസ്ഫറായി പോയിട്ടുണ്ട് കേട്ടോ. അത് ഇപ്പം ഞാൻ പ്രമീള ആൻറ്റിക്ക് ഒരു ബിഗ് താങ്ക്സ് പറയുകയാണ്, ഇത്രയും നല്ലൊരു അച്ചാർ എനിക്ക് പഠിപ്പിച്ചു തന്നതിന് കേട്ടോ. പിന്നെ അതിനുശേഷം പിന്നെ ഞാൻ തന്നെ കുറേ പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ അച്ചാർ നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ 250 ഗ്രാം ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അതിൽ കുറച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ആക്കിയിട്ട് ബാക്കി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മളിതിൽ ഉപയോഗിക്കുന്ന തവിയായാലും സ്പൂണായാലും പാത്രമായാലും ഒന്നും വെള്ളത്തിൻ്റെ അംശം ഒന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടോ. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. നമുക്ക് ഇത്രയും മതി എന്നുണ്ടെങ്കിൽ ഇനി ഇതൊരു നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലാക്കി നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. പക്ഷെ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ അടുത്തൊരു സ്റ്റെപ്പും കൂടി ഉണ്ട് കേട്ടോ, അതും കൂടി നമുക്ക് ചെയ്തിട്ട് ഞാൻ കാണിക്കാം. ഫ്ലെയിം ഓണാക്കി ഒരു പാൻ വെച്ച് കൊടുത്ത് ഇതിലേക്ക് ഒരു 50 ഗ്രാം ഗ്രൗണ്ട് നട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ പച്ച ഉലുവ ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ, പക്ഷേ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. കാരണം ഈ ഗ്രൗണ്ട് നട്ട് ഓയിൽ ചൂടായിട്ട് ഈ ചൂടെണ്ണയിൽ കിടന്നിട്ട് നമ്മളുടെ വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ വഴറ്റുമ്പം നല്ലൊരു മണമാണ് കേട്ടോ. ഈ മണം നമ്മളുടെ അച്ചാറിനകത്ത് ഉണ്ടാവും നമ്മളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ. ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവയൊന്ന് പൊട്ടി നന്നായിട്ടൊന്ന് മണമൊക്കെ വരുന്നൊരു സമയത്ത് നമുക്കിതിലേക്ക് 4 വറ്റൽമുളക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഉലുവ കരിഞ്ഞു പോകരുതേ. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം ഇട്ടതിൻ്റെ ബാക്കി വെച്ചിരുന്ന വെളുത്തുള്ളി ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതി കേട്ടോ, കളറൊന്നും ചേഞ്ച് ആവേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം അച്ചാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒട്ടും ചൂടുണ്ടാവാൻ പാടില്ല, നന്നായിട്ട് തണുക്കണം. ഇപ്പോൾ ഇത് നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അച്ചാറിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലായിടും ആവുന്ന രീതിയിൽ നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലതുപോലെ തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നല്ല ഭരണിയിലോ അല്ലെങ്കിൽ ഇങ്ങനെ ഗ്ലാസിൻ്റെ ബോട്ടിലുണ്ടല്ലോ അതിലൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. ഞാനിപ്പോൾ ഇട്ട് വെക്കുന്നത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലാണ്. ഇതിപ്പോൾ കുറച്ചളവിലല്ല ഉള്ളൂ, അതുകൊണ്ട് പ്ലാസ്റ്റിക് ആയാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ 1 വർഷം വരെയൊക്കെ ഉപയോഗിക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഭരണിയിലൊക്കെ ഇങ്ങനെ ആക്കി വെക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. എന്തായാലും നമ്മൾ എന്തെടുത്താലും ശരി തന്നെ അതെല്ലാം നല്ല ഉണങ്ങിയ പാത്രമായിരിക്കണം എന്നുള്ളതേ ഉള്ളൂ. ഇത് ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ. ഈ ബോട്ടിൽ ഞാനിപ്പോൾ എന്താ 1/4 ഭാഗത്തോളം നിറച്ചിട്ടുണ്ട് കേട്ടോ. ഇതിപ്പം ഓയിൽ ഇങ്ങനെ പൊങ്ങി വരും, അതുകൊണ്ട് നമ്മൾ നിറച്ചങ്ങ് എടുക്കരുത്. ഒരു 1/4 ഭാഗം വരെ ആകുമ്പോൾ നിർത്തണം കേട്ടോ. ഈ ബാലൻസ് ഉള്ളത് ഞാൻ മറ്റൊരു ബോട്ടിലും കൂടെ ആക്കി വെക്കുകയാണ്. ഇതാ ബോട്ടിലാക്കിയിട്ടുണ്ട്. ഇനി ആക്കിയതിന് ശേഷം നമ്മളുടെ ഈ മേളിലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി തുടച്ചതിന് ശേഷം വേണം അടച്ച് വയ്ക്കാനായിട്ട്. എന്തായാലും ഇത് നന്നായിട്ട് ടൈറ്റാക്കി തന്നെ അടച്ച് വയ്ക്കുക. ഞാനിപ്പം സൺഡേ വൈകിട്ടാണ് ഇത് ഉണ്ടാക്കണത്. അപ്പോൾ ഇന്ന് ഇത് അടച്ചു വെച്ചതിന് ശേഷം മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ അങ്ങനെ ഈ 3 ദിവസം ഫുള്ളിരുന്നതിന് ശേഷം തേഴ്സ്ഡേ രാവിലെയാണ് കേട്ടോ ഞാനിത് വീണ്ടും എടുക്കുന്നത്. അപ്പോൾ തേഴ്സ്ഡേ എടുത്തതിന് ശേഷം ഞാനിത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ തേഴ്സ്ഡേ ആയി കേട്ടോ. തേഴ്സ്ഡേ രാവിലെയാണ് ഞാനിപ്പോൾ തുറന്ന് കാണിക്കാൻ പോകുന്നത്.
അപ്പോൾ ചെറിയ ഒരു വേറൊരു ചെറുതായിട്ടൊരു ബോട്ടിൽ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ കുറച്ച്. അപ്പോൾ അത് ഞങ്ങൾ ഇന്നലെ മെനഞ്ഞാന്നൊക്കെ ആയിട്ട് എടുത്തു. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയും ദിവസം വെയിറ്റ് ചെയ്യാനൊന്നും ഞങ്ങൾ നിന്നില്ല. യഥാർത്ഥത്തിൽ നമ്മൾ ഇത്രയും ദിവസം വെയിറ്റ് ചെയ്യണം കേട്ടോ. ഞാനിപ്പോൾ ഇത് തുറന്നൊന്ന് കാണിക്കാവേ. ഇതാ കണ്ടോ മുകളിൽ ഇങ്ങനെ ഓയിലുള്ളത്. അപ്പോൾ ഈ ഓയിൽ യഥാർത്ഥത്തിൽ ഇതാ ഇങ്ങനെ നിൽക്കണം കേട്ടോ, മുകളിലായിട്ട് ഇങ്ങനെ തങ്ങി നിൽക്കണം. എന്നാൽ മാത്രമേ നമുക്ക് 1 വർഷം വരെ ഇങ്ങനെ കേടാകാതിരിക്കുകയുള്ളൂ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഒരു ഉണങ്ങിയൊരു പാത്രത്തിലേക്ക് ഇത് തട്ടിയതിന് ശേഷം ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും ഈ ബോട്ടിലിനകത്താക്കി വെക്കണം കേട്ടോ. നനവൊന്നും ഇല്ലാത്ത നല്ല ഉണങ്ങിയൊരു തവി കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ 3 ദിവസം ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ട് നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം എടുക്കുമ്പോഴുണ്ടല്ലോ, ഈ ഒരു സമയത്ത് നമുക്ക് ടേസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എരിവോ ഉപ്പോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം ചേർത്ത് കൊടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഓൾറെഡി ഞങ്ങൾ കുറച്ചൊരു ബോട്ടിൽ ഇട്ട് വെച്ചത് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അത് ഇന്നലെ മെനഞ്ഞാന്നായിട്ടൊക്കെ എടുത്തപ്പോഴത്തേക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോഴീ എരിയും ഉപ്പും എല്ലാം കറക്റ്റ് ആയിരുന്നു കേട്ടോ. എങ്കിലും ഇനി ഒന്നുകൂടി ടേസ്റ്റ് നോക്കിയിട്ട് പറയാം കേട്ടോ. ഇപ്പം നന്നായിട്ട് തന്നെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ച് ഇതേ ബോട്ടിലിൽ തന്നെ ഇട്ട് വയ്ക്കാം കേട്ടോ. ഈ ബോട്ടിൽ ഞാൻ 3/4 ഭാഗത്തോളം ആക്കിയിട്ടുള്ളൂ. ഇനി നമുക്കിതൊന്ന് ബോട്ടിലിൻ്റെ മുകൾ ഭാഗം എല്ലാം നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം അടച്ച് വെക്കാം. ഇപ്പം നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം ഓയിലെല്ലാം മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഇരുന്ന് കഴിയുമ്പോൾ ഈ ഓയിലെല്ലാം വീണ്ടും മുകളിൽ വരും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഓയിലായിട്ടിട്ട് മിക്സ് ചെയ്തിട്ട് കഴിച്ചാൽ മതി കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ ഓയിൽ മാറ്റിയതിന് ശേഷം നമുക്ക് അല്ലാണ്ട് പീസായിട്ട് എടുത്ത് കഴിക്കാം. ഞാനിപ്പോൾ എന്താ എടുക്കേണ്ടുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ബോട്ടിലും കൂടെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ടൈറ്റായിട്ട് അടച്ച് തന്നെ സൂക്ഷിക്കുക. 1 വർഷം വരെ കേടാവുകയില്ല. പിന്നെ അതുമല്ല, നമ്മൾ സ്പൂണൊക്കെ ഇടുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ, നനഞ്ഞ സ്പൂണൊന്നും ഇടാനേ പാടില്ല. നല്ല ചൂട് ചോറിൻ്റെ കൂടി ഇത് കഴിക്കാനായിട്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. മാങ്ങയുടെ പീസിൽ പറ്റി പിടിച്ചിരിക്കുന്ന ഈ ചാറൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ വിരൽ വെച്ച് തന്നെ ഒന്ന് എടുത്ത് എന്നിട്ട് ഈ ചാറ് വെച്ച് നന്നായിട്ട് ചോറൊക്കെ ഒന്ന് കുഴച്ചതിന് ശേഷം ഒരു പിടി തിന്നിട്ട് മാങ്ങയുടെ പീസ് ഇടയ്ക്കൊക്കെ ഒന്ന് കടിക്കുമ്പോഴുണ്ട് ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, നല്ല പറഞ്ഞറിയിക്കാൻ വയ്യ, ഒരു രക്ഷയില്ല കേട്ടോ. അരേ വാ, ഒരു രക്ഷയില്ല കേട്ടോ. ചൂട് ചോറിൻ്റെ നല്ല അപ്പാര ടേസ്റ്റാണ് കേട്ടോ ഈ അച്ചാർ. എനിക്കിപ്പോൾ ഈ അച്ചാർ 1 വർഷം പോയിട്ട് 1 മാസം പോലും ഇരിക്കില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്ത് തന്നെ അടിപൊളി ഒരു റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും ഗുഡ് ബൈ.